ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തൊരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ 2 കോണ്ടന്റ് ഷൂട്ട് ചെയ്തു ആക്ച്വലി ക്യാമറയിൽ. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ടിന് കാര്യമായിട്ട് എന്തോ പറ്റി. എനിക്ക് VPN യൂസ് ചെയ്താൽ ഞാൻ ക്യാപ്കട്ട് ഇതാക്കാറ്, പക്ഷെ സ്റ്റിൽ എനിക്ക് വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം കുറെ ഫീച്ചേഴ്സ് ഒക്കെ പ്രോ ആയിട്ട് എന്തോ കിടക്കും, പ്രോ യൂസേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ മൊത്തത്തിൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ. അപ്പൊ എന്റെ ആ 2 വ്ളോഗും എനിക്ക് എഡിറ്റ് ചെയ്ത് കഴിയാൻ പറ്റിയിട്ടില്ല. വേറെ ആപ്സ് ആണെങ്കിലും VN-ലൊക്കെ ആണെങ്കിലും ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന കുറെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പം ഇഫ് എനി ഓഫ് യു ഗൈസ് ഹാവ് എനി ഐഡിയ ഇതിനെപ്പറ്റി, ഡു ലെറ്റ് മീ നോ. കാരണം ഞാൻ എഡിറ്റ് ചെയ്യാം, ലൈക്ക് എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും ക്യാപ്കട്ടിൽ, ബട്ട് ഐ കാണ്ട് എക്സ്പോർട്ട് ദം. ആ ഒരു അവസ്ഥയാണ്. ജസ്റ്റ് ക്യാൻ സീ ഞാൻ എന്റെ ബാഗ് പാക്ക് ചെയ്ത് വെച്ചേക്കുക. ഐ എം ഗോയിങ് ടു കൊച്ചി. 1 month ആയി തോന്നുന്നു, ഓൾമോസ്റ്റ് 1 month ആയി കൊച്ചി പോയിട്ട്. അപ്പൊ ഐ തോട്ട് ഐ വിൽ വ്ളോഗ് കൊച്ചിയിലെ എല്ലാ ദിവസവും. ഐ തിങ്ക് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും എന്തൊക്കെയൊക്കെ ആയിട്ട് ഉണ്ട്. ഐ ഹാവ് തിങ്സ് ടു ഡു. എന്റെ വീട്ടുകാരുടെ 25th ആനിവേഴ്സറി ആണ് ടുമോറോ. അപ്പോ അത് വി ആർ സെലിബ്രേറ്റിംഗ് ചെറുതായിട്ട് ഓൺ സാറ്റർഡേ. അപ്പൊ ഫ്രണ്ട്സ് വരുന്ന സുൽഫിയൻ സാറ ഇസ് ഓൾസോ കമ്മിങ്. ഞങ്ങൾ ഒന്നിച്ച് നാട്ടിക്കാരനെ. സാറയുടെ ബസ് നേരത്തെ, ബട്ട് ഞാൻ സുൽഫി ഒന്നിച്ചാ പോണെ. അപ്പൊ ഐ തോട്ട് ഐ വിൽ ട്രൈ ടു വ്ളോഗ് എവറിത്തിങ്, എല്ലാം കൂടി ഒരൊറ്റ വ്ളോഗ് ആക്കാൻ നോക്കാന്ന് ഓർത്തു. ആൻഡ് ഇപ്പൊ ഞാൻ എന്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഹോപ്പ്ഫുള്ളി എനിക്ക് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് എഡിറ്റ് ചെയ്തിടാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ ലെറ്റ്സ് സീ. ആൻഡ് ഇപ്പൊ വേറെ ഒന്നുമില്ല, ഞാൻ പാക്കിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. ആൻഡ് എനിക്കിന്ന് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഷൂട്ട് കഴിഞ്ഞു. ഞാൻ രാവിലെ പാക്ക് ചെയ്ത് വെച്ചു. സോ ദാറ്റ് ഇസ് ഡൺ. അപ്പോ ഞാൻ രാത്രി ഇപ്പം കുറച്ച് ടൈം നൗ 7:10. ഞങ്ങളുടെ ബസ് ഇസ് അറ്റ് 9. സോ ഒരു 8:30 ആകുമ്പോ ഇവിടെ നിന്ന് അടുത്താ, ബട്ട് സ്റ്റിൽ വി തോട്ട് വിൽ ലീവ് ബൈ 8:30. സോ 8:30 വരെ വി ഹാവ് ടൈം. ഞാൻ നല്ല സാറയുടെ ബസ് നേരത്തെയാണ്, പക്ഷെ ഞങ്ങളെക്കാളും മുമ്പ് ഇറങ്ങിയതാ. പക്ഷെ ആളുടെ വണ്ടി കംപ്ലൈന്റ് ആയി, ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഞങ്ങളപ്പോ ഇവിടെ എത്തി. ഞങ്ങളുടെ ബസ് ഇപ്പൊ എത്തും. സാറയുടെ 1 hour എടുക്കും. ഒറ്റയ്ക്കായിരുന്നോ? പുറകീന്ന് ലൈറ്റ്. ഇവള് ഒരു പ്രാവശ്യം എനിക്ക് പറയണേ, ബസ് ലേറ്റ് ആവുന്ന ഓർത്ത് അവള് തിരിച്ചു. ഞങ്ങളുടെ വീട് അടുത്താ ഇവിടെ. തിരിച്ചാള് വീട്ടിൽ പോയതാ. തിരിച്ചു എത്രാമത്തെ പ്രാവശ്യം അതോ ഞാൻ അപ്പളേ പറഞ്ഞ. എന്താ പറ്റിയ? എത്തിയോ? ബസ് എത്തിയോ? പോയുള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഓട്ടോ കയറി പോയതേ ഉള്ളൂ. സാറയ്ക്ക് ടെൻഷൻ. സാറ് ഒരു ഷവർമ മേടിച്ചായിരുന്നു. അത് എന്ത് ചെയ്യുന്നായിരുന്നു. ഷവർമ സാറയുടെ ബസ് 10 മിനിറ്റിൽ എത്തുമെന്ന് പറഞ്ഞേ. ഇതിൽ കയറി ബസ് 10 മിനിറ്റ് എടുത്തോളൂ. ഞങ്ങള് ബസ്സിൽ കയറിയപ്പോ സാറേം സെയിം ബസ്സിൽ. എന്താ സംഭവിക്കുന്നത്? സംതിങ് ഇസ് ഹാപ്പനിങ്. തിരിച്ചിറങ്ങുവാണോ? സാറൊരു മിസ്റ്റേക്ക് പറ്റി. സാറ് വലിയ കയറിയോ? അല്ല, അപ്പൊ സാറൊക്കെ അവള് ബസ് ഇതാണ് 10 മിനിറ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു ഇവിടെ ഇതിനകത്ത് ഒരാൾ കയറാറുണ്ട് ആ ബസ്സിൽ. അതിനൊരു ഡിസ്പ്ലിറ്റ് ചെയ്തിട്ടേക്ക് ചോദിക്കണം. അതിന് വിളിച്ചു നോക്കി. എനിക്ക് അറിയാൻ പാടില്ല എന്തോ സംഭവം ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല സാറ് ഇന്ന് ബസ് കയറി വീടെത്തുമെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. ആക്ച്വലി എന്തൊക്കെയോ കൊറേ ഫ്ലിപ്പ് അല്ലേ. 10 മിനിറ്റ്സിൽ വരുമെന്ന് പറഞ്ഞ സാനിയ ബസ്സിന്റെ പേരാട്ടോ സാനിയ. ഞങ്ങള് കയറി ബസ്സിലാരുമില്ലെന്ന് തോന്നുന്നു. ഇനി രാവിലെ കൊച്ചിയിൽ വെച്ച് കാണാം. സ്ഥലം കൊച്ചി നല്ല സുഖമായിട്ട് ഞാൻ ഇറങ്ങും. ഇവിടെ നല്ല ക്ലൈമറ്റ്. ബാംഗ്ലൂർ മഴയില്ല ആക്ച്വലി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പെയ്ത് പോയെന്നുള്ളൂ.
ഞാൻ വീടെത്തിയായിരുന്നു. അത് ഞാൻ വീട്ടുകാരായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ആക്ച്വലി അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞാൻ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര ടയർഡായിരുന്നു വന്നപ്പോഴത്തേക്കും. യാ ഇന്ന് ആക്ച്വലി എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. ഐ മൈറ്റ് ഗോ ഔട്ട് വിത്ത് മൈ പേരൻസ് ഈവനിങ്, മേ ബി പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ സംതിങ്. ആൻഡ് ഇന്ന് ഫുൾ റെസ്റ്റ്, വെറുതെ റെസ്റ്റ് എടുത്ത് വെറുതെ ഇങ്ങനെ എനിക്ക് ബെഡിൽ കിടക്കണം. അതാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. നാട്ടിൽ വന്നതും എനിക്കൊരു പിമ്പിള് വന്നു. ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കുത്തി പൊട്ടിച്ചു ഇപ്പോൾ. ആൻഡ് ഇപ്പോൾ ഇറ്റ്സ് 7 PM ആയി. ഞാൻ എന്താ ചെയ്തേ? ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ബെഡിൽ മൂവീസ് എന്താ സീരീസ് കണ്ട് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുടിച്ചു. ഇപ്പതേ വീട്ടുകാരായിട്ട് ചുമ്മാ ഒന്ന് പുറത്തു പോവാ. എനിക്ക് മുടി സ്ട്രെയിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല സ്റ്റൈൽ ചെയ്യാൻ. ഐ തോട്ട് ഐ ലീവ് ഇറ്റ് ഇങ്ങനെ തന്നെ. ആൻഡ് നാളെ എനിക്കൊരു ഷൂട്ട് ഉണ്ട്. അപ്പം അതിന് ഇനിവേ എനിക്ക് നാളെ ഹെയർ സെറ്റ് ചെയ്യണം. അപ്പം ഐ തോട്ട് ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദിസ് എന്നിങ്ങനെ. ആൻഡ് ഐ ലുക്ക് ലൈക്ക് എ എഗ്. ഇപ്പം അതിനോ മുട്ടി ഒരു പിമ്പിളും എനിക്ക് അങ്ങനെയാ. എൻ്റെ ഫേസിൽ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും വരും. നാളെ എനിക്ക് ഷൂട്ട് ഉണ്ട് കറക്റ്റ് ടൈമിൽ, അല്ലാത്തപ്പോൾ വരില്ല. Yeah, it's usually like that. So hey guys, good morning, welcome back. ഞാൻ എണീക്കാൻ കുറച്ചധികം ലേറ്റായി. നല്ല മഴയായിരുന്നു. ഞാൻ എണീറ്റപ്പോഴത്തേക്ക് എൻ്റെ ഇവിടെ വിൻഡോ തൊട്ടടുത്തപ്പം മഴയൊക്കെ പെയ്ത് ഞാൻ വിൻഡോ ഒക്കെ തുറന്നിട്ട് കുറച്ചധികം നേരം കിടന്നു തുടങ്ങി. ഇപ്പം 11:20 ആയി. ആൻഡ് മൈ പിമ്പിൾ സ്റ്റിൽ ലുക്സ് അത്ര ചെയ്യില്ല. ഇന്നലെയൊക്കെ ഭയങ്കര ദേഷ്യത്തിരിക്കണ പോലെയായിരുന്നു പിമ്പിൾ. ഇപ്പം കുറഞ്ഞു. ഞാൻ രാവിലെ ഒന്ന് ചെറുതായിട്ട് കുത്തി പൊട്ടിച്ചു. ഐ നോ പീപ്പിൾ സേ പൊട്ടിക്കാൻ പാടില്ല കുരു, പക്ഷേ എൻ്റെ മുഖത്ത് പിമ്പിൾ വന്നാൽ ഞാൻ പൊട്ടിക്കും. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. കൊലാബിൻ്റെ ഷൂട്ട് ഉണ്ട്, അതിന് എനിക്ക് പോകണം. ഇറ്റ്സ് അറ്റ് 2 PM. അപ്പോൾ ഐ നീഡ് ടു ലീവ് ഹിയർ ബൈ 1. ഐ തോട്ട് ഐ ഗോ ബൈ ഊബർ. കാരണം ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ച് മെട്രോ സ്റ്റേഷൻ പോയി മെട്രോ കയറി അവിടെ ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഓട്ടോ വിളിച്ച് ഷൂട്ടിൻ്റെ സ്ഥലം. അതിലും ബെറ്റർ ഞാൻ ഇവിടുന്ന് ഡയറക്റ്റ് ഊബറിന് പോകണമെന്ന് ഓർത്തു. അപ്പോൾ ഐ തിങ്ക് ഐ നീഡ് ടു കോൾ ഊബർ ബൈ 1. അങ്ങനെയാണെങ്കിൽ ഐ നീഡ് ടു സ്റ്റാർട്ട് ഗെറ്റിംഗ് റെഡി ബൈ 12. ലൈക്ക് ഐ നീഡ് ടു ഡൂ മൈ ഹെയർ, മുടി ചെയ്യണം, പിന്നെ പോണതിന് മുമ്പ് ഫുഡും കഴിയണം. സോ ഇന്നുള്ള ആകെയുള്ള വർക്ക് റിലേറ്റഡ് തിങ് എന്ന് പറയാൻ ഇതാണ്. സോ യാ, ഞാനിപ്പം ചായ ഇപ്പോഴാണ് കുടിക്കുന്നത് രാവിലെ. ബാംഗ്ലൂരുള്ളപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി നേരത്തെ എണീക്കുന്നേ ഉള്ളൂ. ബട്ട് ജിമ്മിൽ പോകുന്ന ദിവസം കുറച്ചുകൂടി മോർണിംഗ് ആയിരിക്കും എണീക്കുന്നത്. പക്ഷെ ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു സമയമൊക്കെയാണ്. പക്ഷെ വീട്ടിലാവുമ്പോഴത്തേക്കും സുഖമാണ്. അമ്മ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ചായ ഉണ്ടാക്കി തന്നിട്ട് പോകും, ഫുഡ് റെഡി ആയിരിക്കും. അപ്പം ഇനി പയ്യെ എണീറ്റാൽ മതി, കുഴപ്പമില്ല, ഇതിനെ പറ്റി ചിന്തിക്കണ്ട. ഉച്ചയ്ക്ക് എണീറ്റാലും കഴിക്കാൻ ഫുഡ് എല്ലാം റെഡി ആയിരിക്കും. പക്ഷെ ബാംഗ്ലൂർ ഒറ്റയ്ക്ക് എത്തുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഞാൻ തന്നെ എല്ലാം ചെയ്യണം. ഞാൻ തന്നെ എണീറ്റ് എനിക്ക് കഴിക്കണമെങ്കിൽ എന്തെങ്കിലും ഇതാക്കണം, അല്ലെങ്കിൽ ഓർഡർ ചെയ്യണം. സോ അപ്പം ഞാൻ കിട്ടിയ ടൈം കുറച്ചധികം നേരം കിടന്നുറങ്ങി. ഞാനിനിയിപ്പം റെഡി ആവലും ബാക്കി ഇതൊക്കെ ഇപ്പോഴേ റെഡി ആവില്ല. ഒരു 30 minutes ഞാൻ ചുമ്മാ ഇരുന്നിട്ട് റെഡി ആവാൻ തുടങ്ങത്തേ ഉള്ളൂ. I'm done with my hair. ഞാൻ മുടി ചെയ്തു. ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല. ഞാൻ കേൾസ് ആദ്യം ചെയ്യാന്ന് ഓർത്തു. പക്ഷെ കേൾസ് ആദ്യം ചെയ്യാന്ന് ഓർത്തു. പിന്നെ ഐ തോട്ട് അത് കുറെ ടൈം എടുക്കുന്നതുകൊണ്ട് ഐ ജസ്റ്റ് വെന്റ് ഫോർ എ ബ്ലോഡ്. ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തു. ഹോപ്പ്ഫുള്ളി ദിസ് വിൽ സ്റ്റേ. കാരണം യൂഷ്വലി നാട്ടിൽ ഞാൻ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ അത്ര നിൽക്കാറില്ല ഹെയർ. യൂസിങ് ട്രെസമയുടെ ഞാൻ ഓളോപ്ലെക്സ് ആണ് യൂസ് ചെയ്യാറ് യൂഷ്വലി. പക്ഷേ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന് ചെറിയ ലീക്ക് വരെയുണ്ട്. സോ ഇത് എടുക്കാറില്ല. ഐ ബോട്ട് ദിസ് വൺ. ദിസ് ഈസ് ഓൾസോ റിയലി ഗുഡ്. എനിക്ക് ഇതിന്റെ സ്മെൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്ട്രെയിറ്റ്നർ എടുക്കാൻ മറന്നു. ആക്ച്വലി എനിക്ക് സ്ട്രെയിറ്റ്നറും കൂടി എടുക്കണമായിരുന്നു.
I forgot to take. ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്തായിരുന്നു രാത്രി. അപ്പം I just used shampoo and leave-in conditioner. Yeah, this is perfect. Any it's 12:30, so I'm gonna have food, then get ready and leave. കാരണം 30 minutes ഇതെല്ലാം ചെയ്യണം. കാരണം I think it's like almost 45 minutes ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ I'll have food, then get ready. Guys, this is my brunch. Bread and beef stew. എനിക്ക് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ എത്തുമ്പോൾ മിസ് ചെയ്യുന്ന സംഭവമാണ് ഇത്. വീട്ടിൽ ഞാൻ യൂഷ്വലി വീട്ടിൽ ക്രിസ്മസ്, ഈസ്റ്റർ എന്തുണ്ടെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കും. കുറച്ച് നാളെ കഴിച്ചാൽ മിസ് ദിസ്. റെക്കോർഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം കഴിച്ചിട്ട് റെഡി ആയിട്ട് ഇറങ്ങണം. It's 12:45. I have 15 minutes ഇതെല്ലാം ചെയ്യാൻ സ്പൈ. So guys, I'm ready. എൻ്റെ മുടി കുറച്ചധികം പറന്നിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ നേരത്തെ സ്ട്രെയിറ്റ് ചെയ്തപ്പോഴുള്ള ഇത് കണ്ടില്ല. ഇവിടുത്തെ ഹ്യൂമിഡിറ്റി. ഞാൻ വന്നപ്പോഴത്തേക്കും നാട്ടിൽ മഴ പോയി ഇപ്പോൾ വെയിലായ അവസ്ഥ. സ്ട്രെയിറ്റ് ചെയ്തൊക്കെ പോകാൻ തുടങ്ങി. എനിക്കിനി വീണ്ടും ചെയ്യാൻ I don't have time. And ഈ ഡ്രസ്സ്, ദിസ് വാസ് എ ബാഡ് ഡിസിഷൻ. ഈ ഡ്രസ്സ് ഇടാൻ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ മൊത്തത്തിലെല്ലാം കൂടി ദേഷ്യം വരും. അതുകൊണ്ട് മറ്റേത് മൊത്തത്തിൽ എനിക്കൊരു ഡിസ്റ്റർബൻസ് ആയിക്കൊണ്ടിരിക്കുക. ട്രൈ ദിസ്. ഒന്ന് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഹോട്ട്. പിന്നെ ഈ ഡ്രസ്സും മര്യാദയ്ക്ക് വെക്കണം. അറ്റ് ദ സെയിം ടൈം മുടി എല്ലാം കൂടി I don't think I can manage. Yeah, I think this is fine. I think this is better. Next up, I'm using this setting spray from Turtle. So anyway, let's go. I reached here. പക്ഷെ എൻ്റെ വീഡിയോഗ്രാഫേഴ്സ് എത്തിയിട്ടില്ല. ഇഫ് വാച്ചിങ് ദിസ് വീഡിയോ, ഞാൻ എനിക്ക് കൂടുതൽ ദൂരം അവരെ അതിന് മുമ്പ് എത്തുമെന്നാണ് പറഞ്ഞത്. അത് എത്തിയിട്ടില്ല. റെസ്പോൺസിബിൾ. Guys, I reached back just ഇപ്പോൾ. I'm super tired. വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് എല്ലാം ഒരുമാതിരിയൊക്കെ കിടക്കുന്നത്. എനിക്ക് നാളെ വേറെ ഷൂട്ടുണ്ട് എക്സിബിറ്റ് ആയിട്ട്. അപ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്യണം ഇനി ഇരുന്ന്. ഞാൻ വീട്ടുകാർക്ക് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തതാണ് ഇത് രണ്ടുപേർക്ക് കൂടി. വാ. ആൻഡ് എനിക്ക് അല്ലാണ്ടും ഷൂട്ട് ചെയ്യാനുണ്ട് വീട്ടിൽ തന്നെ. പക്ഷേ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യണം. നാളെ രാവിലെ ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണ മോർണിംഗ് ഷൂട്ട് ചെയ്യാനാണ്. സോ യാ, ഐ എം സോ ടയേർഡ്. ഞാനിവേ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വ്ളോഗ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ആസ് യൂഷ്വൽ ഐ എം ലേറ്റ് അഗെയിൻ. സോ ഇന്ന് എനിക്ക് എക്സിബിറ്റായിട്ട് ഐ മീൻ സുൽഫി ആൻഡ് സാറായിട്ട് ഒരു ഷൂട്ടുണ്ട്, ഒരു കൊളാബിൻ്റെ. സോ അതിന് പോകാനാണ് റെഡി ആവുന്നത്. CA ഇസ് ബിസി, ഇല്ലെങ്കിൽ CA വന്നേനെ. ആൻഡ് എനിക്ക് അവരവിടെ എത്തും 11 എത്തുമെന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് ഓൾറെഡി 10:45 ആൻഡ് ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് റെഡി. ഞാൻ പിന്നെ ഓർത്ത് ഞാൻ വ്ളോഗും ചെയ്തില്ലല്ലോ. കാരണം ഞാൻ റെഡി ആവുന്നതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യാന്ന് ഓർത്ത്. അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ ഞാൻ പിന്നെ മറന്നു പോകും. വ്ളോഗിൻ്റെ കാര്യം ഞാൻ മിക്കപ്പോഴും മറന്നു പോകാനാണ് പതിവ്. ഐ തോട്ട് സോ ഐ വ്ളോഗ് ഇൻ ബിറ്റ്വീൻ. ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ആക്ച്വലി. എനിക്ക് റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചധികം ടൈം എടുക്കുന്നവരെ. ഐ എം ഓൾമോസ്റ്റ് ഡൺ വിത്ത് മൈ മേക്കപ്പ് ആക്ച്വലി. എനിക്കിനി ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങണം. ലിപ്സിന് going to use ഒരു ലിപ് ടിന്റ് ഫ്രം മാർസ്.
ഇതിന് കുറച്ചധികം ഡാർക്ക് ഷെയ്ഡാ, പക്ഷെ കുറച്ച് കഴിയുമ്പോ മായച്ചു കളഞ്ഞാൽ മതി, അപ്പം കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡാവും. ഇറ്റ് ലുക്സ് സ്കെയറി ഇപ്പൊ ഇങ്ങനെ, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ട്രസ്റ്റ് മീ ഗൈസ് ഇറ്റ് ബി ഓക്കെ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇനി ജസ്റ്റ് ലിപ്സ്റ്റിക് ഒന്ന് ഇതാക്കുക, സെറ്റിംഗ് സ്പ്രേ ഐ നീഡ് ടു ലീവ്. ഞങ്ങളിവിടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങള് ഒരു പാർക്കിൽ എടുക്കാൻ നോട്ടെ. ആ പാർക്കിൽ ഇപ്പം എൻ്റെ വേസ്റ്റിന്റെ അത്രയും പുല്ല് വളർന്നു ഇപ്പം ഉണ്ടാവും. ഞാൻ കണ്ടു അവരെ, ഐ സ്പോട്ടഡ് ദം. ഇതാണ് ഞങ്ങൾ എടുക്കാൻ നോർത്ത പാർക്ക്, പക്ഷെ അവിടെ ഫുൾ പുല്ലാണ്. ഇനിയിപ്പോൾ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇതിൻ്റെ വേസ്റ്റിന് മേലിലുണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ പുല്ല്. സാറ എവിടെ? സാറ എത്തിയില്ല. സുൽഫി അല്ലേ റീലൊക്കെ എടുക്കുന്നേ? ഞാൻ ലോഗ് ചെയ്യാനല്ല, സെൽഫി ഉണ്ടോ? സാറാ മാം ഇത് നടന്നു വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇനിയിപ്പം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കാണാം. ഞങ്ങളുടെ ഈ വീഡിയോ വരുമ്പം നിങ്ങളാരും ജഡ്ജ് ചെയ്യരുത് പ്ലീസ്, കാരണം ഞങ്ങൾ പൊട്ടന്മാരെ പോലെ ഈ പാർക്കിൽ കിടന്നോടുമായിരുന്നു. ആൻഡ് കൊച്ചിയിലെ വെയിൽ ഇസ് ടു മച്ച്, കുറച്ചധികം ഷൂട്ട് ചെയ്യാനുണ്ട് നമുക്കപ്പം. ഇവിടെ നമ്മൾ മാക്സിമം കവർ ചെയ്ത് ഇനി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണം ഷൂട്ട് ചെയ്യാൻ. സോ വി ആർ ചേഞ്ചിങ് ദ ലൊക്കേഷൻ. കറക്റ്റു ഫസ്റ്റ് കണ്ട ക്ലിപ്പിലും ഇപ്പോഴത്തെ ഞങ്ങളുടെ ക്ലിപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാവും. ടാനായിപ്പോയി കൊച്ചിയിലെ വെയിൽ ഇസ് കില്ലിങ് അസ്. നമ്മള് ഷൂട്ട് കഴിഞ്ഞു. പക്ഷേ ഗൈസ് ഐ ഹാവ് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇങ്ങനെ മെട്രോയിൽ ഇങ്ങനെ വരുമായിരുന്നു. അപ്പം ഞാൻ കൊച്ചി മെട്രോയിൽ ഇരിക്കുമ്പോൾ ഞാൻ നോക്കും എല്ലാവരും, എവരിബഡി ഈസ് സോ നീറ്റ്, ദ ഹോൾ മെട്രോ ഈസ് സോ നീറ്റ്. ഞാൻ എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. അവിടെ ബാംഗ്ലൂര് എന്തൊക്കെ പറഞ്ഞാലും ക്യാൻ നെവർ ബി ലൈക്ക് കൊച്ചി, ബിക്കോസ് നീറ്റ്നെസിന്റെ കാര്യത്തിലില്ലേ ആ മെട്രോ ഇത്ര കൊല്ലയില്ലേ. ശരിയാട്ടോ. ഐ തിങ്ക് അവിടെ കുറെ ആൾക്കാർ അവിടുത്തെ ക്രൗഡിന്റെ ഉണ്ട്. അവിടെ നമ്മുടെ ഇവിടെ ക്രൗഡ് അങ്ങനത്തെ നമ്മുടെ മെട്രോയിൽ കുറച്ചും കൂടി ഈവൻ ഇഫ് യു ആർ ലൈക്ക് റിച്ച് ഓൾസോ പീപ്പിൾ യൂസ് മെട്രോ. പക്ഷെ ഐ ഡോണ്ട് റിയലി സീ റിയലി സംഭവിച്ചാൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ മിക്കവരും യൂസ് ചെയ്യണ ഇതാ, കൊറേ ദൂരം ഇല്ലേ. നമ്മുടെ ഇവിടെ കൊച്ചി മെട്രോ ആകെ ഇച്ചിരി സ്ഥലത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്യാനാണ്. അങ്ങനെ ഒരുപാട് റിച്ച് അങ്ങനത്തെ പ്രിവിലേജ്ഡ് ആൾക്കാർ നമ്മൾ മെട്രോ കാണാറുണ്ടോ? ഇല്ലല്ലോ. ഫുൾ ഭയങ്കര സാധാ ക്രൗഡ് ആയിരിക്കും. പക്ഷെ അതിന്റെ ഉണ്ടാവട്ടോ ചിലപ്പോ. എന്തൊക്കെ പറയാനും കൊച്ചിയിലെ ചൂട് സേറ്റുള്ള എനിക്ക് അതേ പറയാനുള്ളൂ. അറ്റ് ദി എൻഡ് ഞങ്ങളിപ്പോ ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നു, എന്നിട്ട് വീട്ടിൽ പോകും. നാളെ കാണാം. ബൈ. നാളത്തെ വ്ലോഗിൽ ബാക്കി കണ്ടിന്യൂ. അവരവിടെ തന്നെ നിൽക്കുവാണ്, ഒരു ഉള്ളിൽ പോയില്ലേ. ഇപ്പം ഞാൻ പോവാണ്. ടാറ്റാ. എനിക്ക് ആക്ച്വലി കുറച്ചധികം ഡോൾസ് ഉണ്ട്. പണ്ട് തൊട്ടുള്ള ഒരു ക്രേസ് ആയിരുന്നു. ഐ സ്റ്റിൽ ഹാവ്. ഞാനിപ്പോഴും മിനീസോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയി ഓരോന്നും മേടിച്ചു വെക്കും. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കുറേ ഉണ്ട്, അല്ലാണ്ട് റൂമിലുണ്ട്. സോ അത് ഇതുവരെ കളഞ്ഞിട്ടില്ല. അപ്പം ഇനിയിപ്പം അത് ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. ആൻഡ് ഐ തിങ്ക് ഐ മൈറ്റ് നീഡ് എ ഹെയർ വാഷ്. ഞാൻ ആകെ 2 റോ റെഡിയാക്കിയതേ ഉള്ളൂ. അതുവഴി ഞാൻ ടയേർഡായി. ആൻഡ് എനിക്ക് കട്ടിയുള്ള ടീഷർട്ടും കൂടി ഇട്ടിട്ടായിരുന്നു. സൂപ്പർ ഹോട്ട്. ഞാനിപ്പം ഇത് ഫുൾ റെക്കോർഡ് ചെയ്യാൻ തന്നെങ്കിൽ എനിക്കൊരു മാത്രമേ ടൈം ഉണ്ടാവുള്ളൂ. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഫിനിഷ് ചെയ്ത് എന്നിട്ട് വ്ലോഗ് ബാക്കി. കാരണം എനിക്ക് വയ്യ.
ഓക്കെ ഗൈസ്, ചെയ്തു എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ലൈക്ക് പണ്ടത്തെ ട്രോഫീസൊക്കെ അറേഞ്ച് ചെയ്തപ്പം എനിക്ക് പെട്ടെന്ന് മിസ്സിങ് അടിച്ചു. ലൈക്ക് ഓ, ശരിക്കും എൻ്റെ സ്കൂൾ ഡേയ്സ് മിസ് ചെയ്യുന്നു. ഞാൻ 3rd തൊട്ട് 10th വരെ ഞാൻ ഇവിടെ കണ്ടനാട് ഉള്ള MGM എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു പോയത്. അവിടെ വെച്ചാണ് ഞാൻ ഡാൻസിലേക്ക് ഇറങ്ങിയതും. ഐ തിങ്ക് ഐ ഓൾമോസ്റ്റ് പാർട്ടിസിപ്പേറ്റഡ് എല്ലാ ഇവൻസിലും. ഇപ്പം എന്നിട്ട് അങ്ങനെ കഴിയുമ്പോൾ ലൈക്ക് ഒരു ഇയർ കഴിയുമ്പം ആനുവൽ ഡേക്ക് മറ്റേ ഇങ്ങനെ അവാർഡ്സ് ഉണ്ടാവും. ഐ തിങ്ക് ഒരു ഇയർ ഒഴിച്ച് ഞാൻ ഇയർ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഐ തിങ്ക് 9th എന്തോ അത് ഒഴിച്ച് ബാക്കി എല്ലാ ഇയറും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 3rd തൊട്ട് 10th വരെ എല്ലാ പ്രാവശ്യവും ഐ യൂസ് ടു ഗെറ്റ് ബെസ്റ്റ് ഡാൻസർ ആവും. ഞാൻ അപ്പം ആ ട്രോഫി കണ്ടപ്പോൾ ഇങ്ങോട്ട് ഇമോഷണൽ. ഷൂ എല്ലാം കാണിച്ചിടാം. ഇതാർക്ക് വേണ്ടി വെച്ചു സ്പേസ്. ഇത് MGM, ഐ തിങ്ക് ഗ്രീറ്റ്സിൽ ഏതോ ഒരെണ്ണം അതിൻ്റെ ഇടയിൽ പെട്ട്. പിന്നെ ഇതും ഫുൾ MGM നിന്ന് കിട്ടിയതാ. ഈ പള്ളിയിൽ ബൈബിൾ ക്വിസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെന്തോ ടീമായിട്ടുള്ള എന്തോ ഇവന്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു. ഇത് ഗ്രീറ്റ്സിൽ നിന്ന് എനിക്ക് കിട്ടിയതായിരുന്നു. ഇത് ഞാൻ MGM പഠിച്ചപ്പം ഗ്രീറ്റ്സിലൊരു കോമ്പറ്റീഷന് പോയി. ആൻഡ് ഇത് ഐ തിങ്ക് ലാസ്റ്റ് ഇയർ മറ്റൊരു ഏതാ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കിട്ടിയ ഒരു അവാർഡായിരുന്നു. ആൻഡ് ഐ യൂസ് ടു പ്ലേ വയലിൻ. അതവിടെ പൊഴി പിടിച്ചിരിപ്പുണ്ട്. ഞാൻ മാക്സിമം തുടച്ചു, പക്ഷെ അവിടെ ഞാൻ അത് ഓൾറെഡി അങ്ങനെയായി തുടച്ചിട്ട് അത്രേ പോകുന്നുള്ളൂ. ഇതൊക്കെ എനിക്ക് 3rd മുമ്പ് ഞാൻ MGP എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പഠിച്ചപ്പോൾ കിട്ടിയതല്ല. ഈ ഒരു ഫ്രണ്ടിലിരിക്കുന്ന ട്രോഫീസ് അതാണ് ഇത്ര പഴകിയിരിക്കുന്നത്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ ബെസ്റ്റ് ഡാൻസർ അവാർഡ്. I love how my hair looks. Usually ഞാൻ സ്പീഡിൽ ചെയ്യുമ്പോഴത്തേക്കും ശരിയാവാത്ത, പക്ഷേ ഇറ്റ് ലുക്സ് ഗുഡ്. പേര് ഡൈസൻ്റെ ട്യൂട്ടോറിയൽ ചോദിച്ചിട്ടുണ്ട്. സൂൺ ഐ പോസ്റ്റ് ദാറ്റ് ഓൾസോ. ഞാൻ റീൽസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ടൊരു ലോങ് എക്സ്പ്ലെയിൻഡ് വൺ ഐ വിൽ പോസ്റ്റ് സൂൺ. ഗൈസ്, ഇന്നലെ ഒന്നും വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. ആക്ച്വലി മര്യാദയ്ക്ക് ഫുൾ തിരക്കിലായിരുന്നു. അവർ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞപ്പോഴായാലും വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടി ഒന്ന് ഫുൾ ക്ലാഷ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിട്ടു. ഞാൻ തന്നെ പോയി വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ പോട്ടെ എന്ന് ഓർത്ത് ഞാനിട്ട് കിടന്നു. ആൻഡ് ഇന്ന് വി ഹാവ് എ ഡാൻസ് വർക്ക്ഷോപ്പ്. രാവിലെ എണീറ്റ് പോയി. അപ്പോൾ എനിക്കും സുൽഫിക്ക് സാറൊക്കെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഡാൻസിൻ്റെ. അത് ഉച്ചയ്ക്കാണ്. ഇറ്റ്സ് അറ്റ് 3 PM ഓർ സംതിങ്. ആൻഡ് ഇപ്പം ഇറ്റ്സ് 9:45. അപ്പം അമ്മ എണീറ്റിട്ടില്ല. അമ്മേനെ കിടന്നപ്പോഴൊക്കെ ലേറ്റായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പണിയൊക്കെ കാരണമായിരിക്കും. സോ ഐ തോട്ട് ഐ മേക്ക് ടീ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ, കാരണം എനിക്ക് രാവിലെ എണീറ്റുമ്പോൾ തന്നെ ചായ വേണം. ഐ തോട്ട് ഐ മേക്ക് ഇറ്റ് ബൈ മൈ സെൽഫ്. പിന്നെ സുൽഫി ചായ കുടിക്കില്ല, സാറേ കുടിക്കുള്ളൂ. പിന്നെ എനിക്കും സാറിക്കും ചായ വയ്ക്കാമെന്ന് നോക്കും. ഗൈസ്, വെൽക്കം ബാക്ക്. ഇവിടെ എല്ലാവരും കിടക്കുക. ഡെഡായി ഇന്നലത്തെ കഴിഞ്ഞപ്പോൾ. ഇന്ന് ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിന് പോയി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയില്ല. സിൽഫി അപ് ടു മൈ ബ്ലോഗ്. സിൽഫി ഇങ്ങനെ ആയിരിക്കുന്ന ഡാൻസ് കളിക്കാൻ പോകുന്നത്. ഇന്നത്തെ കൊറിയോ ഇസ് ഈസി, പക്ഷേ ഡപ്പാങ്കുത്ത മറ്റേ ആ സംഭവം അപ്പം ഞാൻ ഉറപ്പാണ് ഞാൻ ഡെഡാവും അത് കഴിയുമ്പോഴത്തേക്കും. എനിക്ക് ഇവളെ ശരീരമൊന്നും അനക്കാൻ വയ്യ ആ അവസ്ഥയാണ്. സിൽഫയുടെ അവസ്ഥ ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. വ്ലോഗ് എടുക്കാൻ മറന്നു പോകും ഇടയ്ക്കിടയ്ക്ക്. അപ്പം എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് വേണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. എനിക്ക് വിശക്കാൻ തുടങ്ങി, അറിയോ? നമ്മൾ റെഡിയായി വർക്ക്ഷോപ്പിന്. മഴ പൊടിയുണ്ട് ഇപ്പോൾ.
നമ്മള് ഏകദേശം ഒരേപോലെ ഉണ്ടല്ലേ. തോന്നി നമ്മൾ ഒരേപോലെ ഉണ്ട് കാണാൻ. നമുക്ക് ഇവിടെ നിന്ന് മഴ കൂടിയുണ്ട്, നല്ല കാര്യം. ഇത്തിരി തണുപ്പൊക്കെ ആവട്ടെ. ഇവിടെ ഓട്ടോ എത്തി. ഇനി അവിടെ 3 എത്തണം. ഐ തിങ്ക് നമ്മൾ എത്തും. കാറ് കിട്ടിയില്ല. Guys, I am back and വീണ്ടും ഐ എം സൂപ്പർ ടയേർഡ്. ഇവിടെ എന്തോ പറ്റി, അതുകൊണ്ട് എന്തോ കടിച്ചു. വർക്ക്ഷോപ്പ് കഴിഞ്ഞു ഞാൻ, പിന്നെ കഴിഞ്ഞ് പള്ളിയിൽ പോയി. അതൊക്കെ കഴിഞ്ഞ് വീടെത്തിയപ്പോഴത്തേക്കും ഇപ്പോഴൊന്ന് റെസ്റ്റ് എടുക്കണേ. 10 മണിയായി ഓൾമോസ്റ്റ്. ഞാൻ ആക്ച്വലി നാട്ടില് തിരിച്ചു ബാംഗ്ലൂരിലേക്ക് മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ കയറാന്ന് ഓർത്തെ. അപ്പൊ ഞാൻ ഓർത്തെ വ്ളോഗ് അപ്പം എൻഡ് ചെയ്യാന്നാണ്. പക്ഷെ ഞാൻ മിക്കവാറും കുറച്ച് ദിവസം കൂടെ നിന്നിട്ടേ ബാംഗ്ലൂരിലേക്കുള്ളൂ. So I thought I'll end the vlog here. So hope you guys enjoyed the video. Video ഇഷ്ടപ്പെട്ടാൽ do like, share, comment, subscribe എല്ലാം ചെയ്തു. Bye.